നീന ഇന്ന് നമ്മൾക്ക് എന്താ ഉണ്ടാക്കാം? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് കുരുമുളക് ഇട്ടിട്ട് പെപ്പറിന് എന്താ പറയാ? ഓർക്ക പറയേ കുരുമുളക്. അപ്പോൾ ഇന്ന് നമ്മൾ കുരുമുളക് ഇട്ടിട്ട് വരട്ടിയെടുത്തേക്കണ ചിക്കനാണ് ഉണ്ടാക്കണത്. ഈ ചിക്കൻ എന്തിലാണ് ഉണ്ടാക്കണേന്ന് എനിക്കറിയോ? എന്ത് ഓയിലാണ് ഉണ്ടാക്കണേന്ന് അറിയോ? ഓയിലിൻ്റെ ഉള്ളിൽ ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഓയിലല്ല കേട്ടോ ഉണ്ടാക്കണത്, നെയ്യിൽ വരട്ടിയിട്ടാണ് എടുക്കണത്. നെയ്യിൽ വരട്ടിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നെയ്യുടെ ടേസ്റ്റ് നിനക്ക് ഇഷ്ടമാണോ? കുഴപ്പമില്ല. നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ചോറിനാറുണ്ടല്ലേ? നെയ്യ് ഒഴിച്ചിട്ട് ചോറിനാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ചില സമയത്ത് അത് നമുക്ക് നല്ല വിശപ്പുള്ളപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് ചോറിനാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. എല്ലാ കുട്ടികൾക്കും നല്ല വിശപ്പുള്ളപ്പോൾ എന്ത് സാധനം ഉണ്ടാക്കി തന്നാലും നല്ല ഇഷ്ടമായിരിക്കും. വിശപ്പില്ലാത്തപ്പോൾ അവർക്കൊന്നിനും പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് നെയ്യിൽ വരട്ടിയെടുത്തേക്കണ കുരുമുളക് ചിക്കനാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. കുരുമുളക് ഇട്ടിട്ട് കറി വയ്ക്കണത്, ഇവണ് ചിക്കനൊക്കെ കറി വയ്ക്കുന്നത് മിക്കവർക്കും ഇഷ്ടമാണ്. എന്താണെന്നറിയോ? അത് സാധാരണ നമ്മൾ കഴിക്കുന്ന കറിയിൽ നിന്നും കളറിനൊക്കെ ആയിരുന്നാലും ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, അങ്ങനെ ഭയങ്കര എരിവായിരിക്കില്ല. കുരുമുളകിൻ്റെ ടേസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റില്ലേ? നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെയും സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ജസ്റ്റ് കുരുമുളക് ഒന്ന് ഇട്ടിട്ട് കഴിക്കില്ലേ? അപ്പോൾ അതിന് നമ്മൾ മുളകിൻ്റെ പൊടിയല്ലല്ലോ ഇടാറുള്ളത്, കുരുമുളകല്ലേ ഇടാറുള്ളത്. അപ്പോൾ കുരുമുളകിൻ്റെ പൊടിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ അതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് എന്താ വേണ്ടത്? ചിക്കൻ വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 1.25 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ഫുള്ളായിട്ടുള്ള ചിക്കനാണ് എടുത്തത്. അപ്പോൾ ഞാനത് വെയിറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 1.25 കിലോ ചിക്കനുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ചൊന്ന് കൂടിയാലും കുറച്ചൊന്ന് കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ചിക്കൻ്റെ പീസുകൾ ഞാനിവിടെ കുറച്ച് നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ പീസായിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ പപ്പ എപ്പോഴും ചിക്കൻ കറി വയ്ക്കുമ്പോൾ പറയില്ലേ, ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഞാൻ ചെറിയ പീസായിട്ട് ചിക്കൻ കട്ട് ചെയ്തിട്ട് കറി വയ്ക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം അതിനകത്തേക്ക് കൂടുതൽ ഫ്ലേവർ കയറുന്നു, ഇനി എനിക്കറിയാം കേട്ടോ. പിന്നെ ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. നീനയ്ക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീനയ്ക്ക് റെഡിയാക്കിയിട്ട് എടുക്കുക, ആർക്ക് വേണമെങ്കിലും റെഡിയാക്കിയിട്ട് എടുക്കുക. ഇതിനകത്ത് അങ്ങനെ ഒരുപാട് മസാല ഒന്നും നമ്മൾ ചേർക്കണില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്ന സാധനം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. സോയാ സോസ് ഇപ്പോഴല്ല എടുക്കണത്, സോയാ സോസ് ഞാൻ പറയാം. സോയാ സോസ് ചേർക്കും. മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്ത് മസാലപ്പൊടികളൊക്കെയാണ് വേണ്ടത്? അപ്പോൾ ഈ കറിയിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ് വേണ്ടത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കോ? മുളക് പൊടിയും ചേർക്കില്ല, പച്ചമുളകോ ഒന്നും ചേർക്കില്ല. കുരുമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം ഈ ചിക്കൻ കറിക്ക് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ കുരുമുളക് പൊടി വേണം. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർക്കും, മല്ലിപ്പൊടിയും ചേർക്കും, മുളക് പൊടി ചേർക്കില്ല. പിന്നെ ഗരം മസാല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ എല്ലാ മസാലപ്പൊടികളും ഞാൻ അതിലേക്ക് ചേർക്കുമ്പോൾ ഓരോന്ന് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം. അമ്മയ്ക്ക് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കൂട്ടിയിട്ട് ഇപ്പോൾ 1 കിലോന് ഇത്രയ്ക്ക് മസാലപ്പൊടി എന്ന് പറഞ്ഞിട്ടല്ല അമ്മ സാധാരണ ചേർക്കുക. അത് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഓരോ കറിയിലും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കറിയിലേക്ക് നോക്കും. അപ്പോൾ നമുക്കൊരളവ് നമ്മുടെ മനസ്സിൽ വരും. ആ അളവ് അനുസരിച്ചിട്ടാണ് അമ്മ പറയുക. അപ്പോൾ മസാലപ്പൊടികൾ അത് വേണം. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ സവോള ചേർക്കില്ല കേട്ടോ. സവോള ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മധുരത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മുടെ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ആണ്ട് പോകും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താ എടുത്ത് വെച്ചേനെ? ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അത്യാവശ്യം നല്ല വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഞാനിവിടെ വലിയ ടൈപ്പ് വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇതൊരു 17-18 വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ഞാനിവിടെ വെളുത്തുള്ളി നമുക്കിങ്ങനെ ഒരു കൂടായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ലേ, ഒരെണ്ണമായിട്ട് ഒരു ബൾബായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടില്ലേ. ഇത് അങ്ങനത്തെ വലിയ വെളുത്തുള്ളിയാണ്. ചിലത് അങ്ങനത്തെ വലുതാണ്, ചിലത് അങ്ങനത്തെ ചെറുതാണ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി എടുത്തത് 2 ബൾബ് വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 17-18 വെളുത്തുള്ളി എടുക്കുക. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കുക. ഇത് രണ്ടും കൂടിയിട്ട് ചതച്ചിട്ട് ചേർക്കണം. പിന്നെ ഇതിലേക്ക് ഇങ്ങോട്ട് വേണ്ടത് സോയാ സോസ്. ഇത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കും. ഇനിയിപ്പോൾ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതും കൂടി ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ കൂടെ സോയാ സോസും കൂടി വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുരുമുളകിൻ്റെ കളറിനോട് ചേർന്ന് പോകുന്നതാണ് സോയാ സോസ്. ഇപ്പോൾ രണ്ടുപേരും ശരിക്കും നല്ല കൂട്ടുകാരാണ്, നല്ല കോമ്പിനേഷനാണ് ഇവർ രണ്ടുപേരുടെയും ടേസ്റ്റ്. പിന്നെ എന്താ എടുക്കുന്നത്? പിന്നെ അതിലേക്ക് നമുക്ക് നെയ്യ് വേണം. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി അല്ല കേട്ടോ ചേർക്കുന്നത്. തക്കാളി ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അവിടെ മാറുകയും ചെയ്യും, കറിയുടെ കളറൊക്കെ ആണ്ട് മാറും. അപ്പോൾ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് എന്ത് ചേർക്കും? നാരങ്ങ നീര് ചേർക്കും. അത് നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ എന്തോരം ചേർക്കാം എന്നുള്ളത് ചേർക്കണ സമയത്ത് പറയാം കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പില ചെറുതായിട്ടൊന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇതാര് തന്നെ നമുക്ക്? ഇത് നമ്മുടെ വീട്ടിൽ ആരോ കൊണ്ടുവന്ന് തന്നല്ലേ.
ഇത് എൻ്റെ വീഡിയോ കാണുന്ന ഒരു ചേട്ടൻ എന്ന് പറയാം. അവർ വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. എനിക്ക് കുറച്ച് മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഫ്ലോറിഡയിൽ ആരോ ഉണ്ട്, അപ്പോൾ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് പ്രായമായ ഒരു അപ്പച്ചനാട്ടോ. അപ്പോൾ എനിക്ക് മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കറിവേപ്പിലയും കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്, കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടില്ല, കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ആ കറിവേപ്പില കേട്ടോ അത്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഒരുപാട് വലിയ സാധനങ്ങളൊന്നും ആവശ്യമില്ല. ചിക്കൻ വേണം, കുരുമുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, മല്ലിപ്പൊടി വേണം, ഗരം മസാല വേണം, സോയാ സോസ് വേണം, പിന്നെ എന്ത് വേണം? നെയ്യ് ആവശ്യമുണ്ട്, ഇഞ്ചിയും വേണം, വെളുത്തുള്ളി വേണം. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ല റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ മല്ലി ഫ്രഷ് ആയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങണം മല്ലി വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. മല്ലി കൊറിയാണ്ടർ പൗഡർ മണത്തേക്ക് നല്ല മണമല്ലേ? ഫ്രഷ് ആയിട്ട് മല്ലി പൊടിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് മുഴുവനായിട്ടുള്ള മല്ലി വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ലേ. അപ്പോൾ വെയിലൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ട് ഉണക്കിയിട്ട് എടുക്കുക. അപ്പോൾ മമ്മി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നനഞ്ഞ തുടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് എടുത്തു. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് മല്ലി ചൂടാക്കുമ്പോൾ മല്ലി പൊടിച്ചിട്ട് എടുക്കുമ്പോൾ ചൂടാക്കണമെന്ന്. ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ മല്ലിയുടെ ഇത്രയ്ക്കാണ്ട് മണം കിട്ടില്ല. അപ്പോൾ ഞാൻ സാധാരണ മല്ലി ചൂടാക്കാണ്ട് കേട്ടോ പൊടിക്കുന്നത്. അപ്പോൾ വെയിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലത്ത് ഇട്ടിട്ട് ഉണക്കിയിട്ട് ഒരു കുപ്പിയിലാക്കി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് പൊടിച്ചിട്ട് എടുക്കുക, കുറേശ്ശെ പൊടിച്ചിട്ട് എടുക്കുക. മല്ലിനെ പൊടിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല മണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ അടച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നീന നമുക്ക് നേരം കളയണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കിയിട്ട് എടുക്കുക. ഇത് രണ്ടും കൂടിയിട്ടൊന്ന് ചതച്ചിട്ട് എടുക്കുക. ആര് ചതയ്ക്കും? അമ്മിക്കല്ലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മിക്കല്ലും വെച്ചിട്ട് തന്നെ ചതച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ചാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ അമ്മ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്? ഇതിപ്പോൾ ടീയാറായിട്ട് മിക്സ് ചെയ്യാം. ടൂതറായിട്ട് ചതച്ചിട്ട് എടുക്കുക, അമ്മിക്കല്ലും വെച്ചിട്ട് ചതച്ചിട്ട് എടുക്കും. അപ്പോൾ ഇത് ചതച്ചിട്ട് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരിട്ട് കറിയിലേക്കാണ് പോകാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇന്ന് അമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് ഇതേപോലെ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. കാരണം കുറച്ച് നല്ലൊരു പരന്ന പാത്രത്തിൽ ഉണ്ടാക്കണം. അപ്പോഴായിരിക്കും അതിങ്ങനെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ട് വരാം. അല്ലെങ്കിൽ കുഴിയുള്ള പാത്രത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് മുരിയില്ല. അപ്പോൾ ഞാനിവിടെ ഉരുളിയാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ ഉരുളി തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കുറച്ച് ഇതിന് ഉരുളി എന്ന് പറയാം. കുറച്ച് വലിയൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഇതിലേക്ക് നെയ്യ് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നെയ്യ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ നെയ്യിൽ ചേർക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യിലുണ്ടാക്കണം. പിന്നെ നെയ്യുടെ ഒരു നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ക്രിസ്പി ആയിട്ട് നമ്മൾ വറുത്തിട്ട് എടുക്കണം. ഇത് നമ്മളങ്ങനെ വറുത്തിട്ടല്ല എടുക്കണത്, എന്നാലും കറിയായിട്ടാണ് ഉണ്ടാക്കണത്. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വരും. നെയ്യുടെ നല്ലൊരു മണം തന്നെയല്ലേ? അവൾക്ക് മണക്കണില്ല, അവൾക്ക് നെയ്യുടെ മണം അറിയില്ല, അതുകൊണ്ടാണ് അവൾക്ക് മണക്കാത്തത്. പക്ഷേ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച നെയ്യാണ്, എന്നാലും ഒരു നെയ്യുടെ മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിലേക്ക് എന്ത് ചേർക്കും? ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇല ചേർക്കാം. വേപ്പിൻ്റെ ഇല കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല. ഇനി ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. എന്തുകൊണ്ടാണെന്നറിയോ? കുഞ്ഞിതായതുകൊണ്ടല്ല. ഇതിലേക്ക് നമ്മൾ സാധാരണ ഇതേപോലെ ഇങ്ങനെ കറികളൊക്കെ സാധാരണ നമ്മൾ കറികളൊക്കെ വയ്ക്കുമ്പോൾ സവോളയും കൂടിയിട്ട് ചേർക്കും. അപ്പോൾ സവോളയുടെ ഉള്ളിൽ കണ്ടമാനം വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാവരും മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയും തന്നെ അങ്ങോട്ട് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. ഇതിനകത്ത് അധികം വെള്ളമൊന്നുമില്ല, പക്ഷേ സവോളയിൽ ഒരുപാട് വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും കറികളൊക്കെ വയ്ക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. മനസ്സിലായോ? എന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് സവോള ചേർക്കാം. പിന്നെ സവോള ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും പിന്നെ അങ്ങോട്ട് എന്താ പറയുക, അങ്ങോട്ട് കളറ് മാറിയിട്ടാണ്ട് കരിഞ്ഞെന്ന് പറയില്ലേ, അതേപോലെ വരില്ല. കാരണം ഈ സവോളയുടെ ഉള്ളിൽ നിറച്ച് വെള്ളം ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് മുരിഞ്ഞ് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ടോ? ചെറിയൊരു ഗോൾഡൻ കളറായി തുടങ്ങിയില്ലേ? ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വരുമ്പോഴേക്കും ഒന്നും കൂടി നന്നായിട്ടൊരു ഗോൾഡൻ കളറായിട്ട് വരും. അപ്പോൾ നന്നായിട്ടാണ്ട് ഗോൾഡൻ കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇതിലേക്ക് നമുക്ക് എന്ത് ചേർക്കാം? മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ അമ്മ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. പക്ഷേ മഞ്ഞൾപ്പൊടി പെട്ടെന്നാണ്ട് മുരിയും. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കണ്ട കിൽക്കട്ടം പോലെ കിലുങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി പെട്ടെന്നാണ്ട് മുരിയും. ഇപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി
നീ വെക്കണ്ട ഓക്കെ അമ്മ വയ്ക്കാൻ ഓക്കെ. മല്ലിപ്പൊടി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അങ്ങനെ വിടർത്തിയിട്ടൊന്നുമില്ല ശരിക്കും കേട്ടോ. 1 ടേബിൾ സ്പൂൺ കൂടിയും ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത്. ഇനി മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. ഇതൊന്നും മൊരിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കില്ല. മസാലപ്പൊടികൾ ഇതേപോലെ സവോള ചേർക്കുമ്പോൾ എല്ലാ മസാലപ്പൊടികളും പെട്ടെന്ന് അങ്ങോട്ട് മൊരിയും. ഇപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും സവോളയും കൂടിയിട്ട് ചേർക്കുമല്ലോ. സവോള എല്ലാ കറിയിലും സവോള ചേർക്കേണ്ട ആവശ്യമില്ല. അതെനിക്ക് അവർക്ക് സവോള തീരെ ഇഷ്ടമില്ല. പിന്നെ സവോളയും കൂടി ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്കൊക്കെ ചില കറിക്കൊക്കെ നല്ല മധുരം വരും. അപ്പോൾ എല്ലാ മസാലപ്പൊടികളും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചിക്കൻ ചേർക്കട്ടെ? ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇല്ലല്ലോ. അതേപോലെയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. ചിക്കൻ കുറേ ഉണ്ട്. പക്ഷേ ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. പിന്നെ നാരങ്ങ നീരും ഒക്കെയാണ് ചേർത്ത് വന്നു കഴിയുമ്പോൾ റെഡി ആയിട്ട് വരും. ഇതിലേക്ക് നമുക്ക് തന്നെ കുറേ മസാലയൊന്നും ആവശ്യമില്ല. നീ ഇത് ഉണ്ടാക്കിയിട്ട് നീ കഴിച്ചു നോക്ക്. അപ്പോൾ നീ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. നമ്മളെല്ലാ കറിയിലും കുറേ മസാലപ്പൊടികളൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാ കറിയിലും ടേസ്റ്റ് ആയതുകൊണ്ട് ഒരേപോലെ ഇരിക്കും. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയിട്ട് പറയണം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുരുമുളക് പൊടി നമ്മളിതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ചേർക്കും. കുരുമുളക് പൊടി ഞാൻ ചേർക്കാം, നീ ചേർക്കണ്ട. വേണ്ട. സ്പൂൺ എവിടെയാ? ഇല്ല അതാകുമ്പോൾ ചേർത്താലും ശരിയാവുള്ളൂ. ഞാൻ ഇതിലേക്ക് ടേബിൾ സ്പൂണിലാണ് കുരുമുളക് പൊടി ചേർക്കണത്. 1 ടേബിൾ സ്പൂൺ ചേർത്തു. 2 ടേബിൾ സ്പൂൺ ചേർത്തു. 1/4 ടേബിൾ സ്പൂൺ കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് മിക്സ് ചെയ്യും. ഞാനിതിലേക്ക് 2.25 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. ഞമ്മ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ തീ ഒരുവിധം കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഭയങ്കര ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റായിട്ട് സോയാ സോസൊന്നും നമ്മളിപ്പോൾ ഒഴിക്കില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കണോ? ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നീന ചിക്കൻ്റെ ഉള്ളിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട്. ചിക്കൻ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരും. നീ നോക്കിക്കോ വെള്ളം വരുമെന്നുള്ളത്. നീയാണോ ശരി ഞാനാണോ ശരി എന്നറിയാം. ഓക്കെ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ചിക്കൻ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം വരും. ഇപ്പം നമുക്ക് കാണുമ്പോൾ ഇതിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കണ പോലെ തോന്നും. അപ്പോൾ ഫസ്റ്റ് തന്നെ തീ അങ്ങോട്ട് ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ആ ചിക്കൻ്റെ ജ്യൂസ് ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തീ കൂട്ടി വെച്ചാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നാണ്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം വരുമെന്ന് വെച്ചിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ അടിയിൽ പിടിക്കും. ആ ചിക്കൻ ഒന്ന് ചൂടാവാനുള്ള സമയം നമ്മൾ കൊടുക്കണം. ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഈ കറി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ തീ ഒന്നും കൂടി പതുക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ടോ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിലേക്ക് നമുക്ക് എന്ത് ചേർക്കണം? സോയാ സോസ് ലാസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ചേർക്കാം. കത്തി എവിടെയാ? അപ്പോൾ ഇതിലേക്ക് നമ്മൾ നാരങ്ങ നീരാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം. ഇതേപോലെ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ ഒഴിച്ച് നോക്കാം. ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ കേട്ടോ. കട്ട് ചെയ്തപ്പോൾ നല്ലവണ്ണം നല്ലവണ്ണമല്ലേ? നാരങ്ങയുടെ പോലെ മണമുണ്ട്. ഇതേപോലെ കുറച്ചൊന്നും ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇളക്കിയിട്ട് ഇനി മമ്മിക്ക് മരത്തിൻ്റെ വേണം. ഇത് മതി. ഇങ്ങനെ നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് സോയാ സോസ് ചേർക്കണ്ട. സോയാ സോസ് ഒരുപാട് ചേർക്കരുത്. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ കുറേ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിയിട്ട് ഒരു ചൈനീസ് കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. ഒഴിക്കട്ടെ. ജസ്റ്റ് കുറച്ച് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇളക്കി നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർക്കാം. ഈ കറി നമുക്കൊരു 5 മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കാം. ചിക്കനൊക്കെ ഓൾറെഡി വെന്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഞാനിതിലേക്ക് ഗരം മസാല ചേർക്കണില്ല. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിനനുസരിച്ചിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി ഞാനിവിടെ സോയാ സോസും പിന്നെ നാരങ്ങനീരും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി ചെറിയ തീയിൽ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ കറി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയുണ്ട്, കൈമളത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നെയ്യിൽ കുരുമുളക് ഇട്ടിട്ട് വരട്ടിയെടുത്തേക്കണ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നീന, നമ്മുടെ കറി റെഡി ആയാ? എന്ത് കറിയാണ് റെഡി ആയിക്കണേ? ഓക്കെ, നെയ്യിൽ കുരുമുളക് ഇട്ടിട്ട് വരട്ടിയെടുത്തേക്കണ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നീ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നാ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ കുറച്ചൊന്ന് ടേസ്റ്റ് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചിക്കൻ്റെ പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ നീ ഒന്ന് കഴിച്ച് നോക്ക്. എങ്ങനെയുണ്ട്? ശരിക്കുള്ള ടേസ്റ്റ് പറയും. പറയും. അവളെ പല്ലുമ്മ കമ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചിക്കനൊക്കെ കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുന്നു. ടേസ്റ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവ് എങ്ങനെയുണ്ട്? അത്യാവശ്യം ഒരു നല്ല എരിവുണ്ട് അല്ലേ? പക്ഷെ കുരുമുളകിന്റെ എരിവായതുകൊണ്ട് നമുക്ക് അത്രയും എരിവ് തോന്നില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു കറിയുടെ ഒരു 3/4 ഭാഗമായി കഴിയുമ്പോൾ നമ്മൾ നാരങ്ങനീരും പിന്നെ സോയാ സോസും ചേർക്കണേലും നമുക്ക് നോക്കിയപ്പോൾ കുറച്ചുകൂടി നല്ല എരിവുണ്ടായിരുന്നു അല്ലേ? ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണല്ലേ? ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണ്ട. അത് നമ്മൾ നെയ്യാണല്ലോ ഒഴിച്ചിട്ടുണ്ടായിട്ട്. നെയ്യ് കഴിച്ച് തീർക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. സാധാരണ നമ്മൾ കറി വെക്കണ ചിക്കൻ കറി വെക്കണ ആ സെയിം ടേസ്റ്റിന് ചെറുതായിട്ടൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ സവോളയൊന്നും ചേർത്തിട്ടില്ല. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ കൂടി ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായിരുന്നാലും എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അല്ലേ? എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഞങ്ങൾക്ക് ഇവിടെ ഡിന്നർ കഴിക്കുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നറിൻ്റെ കറിയാണിത്. ഇവിടെ ഇപ്പോൾ രാത്രി ഇപ്പോൾ ഏകദേശം ഒരു സമയം 7:45 8 മണി ആവാറായിട്ടുണ്ട്. പക്ഷെ പുറത്ത് അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉണ്ട്. കാരണം ഇവിടെ സമ്മറൊക്കെ ആകുമ്പോൾ നേരം രാത്രി ആവാൻ വേണ്ടിയിട്ട് ഒരു 9 മണിയെങ്കിലും ആവും. അപ്പോൾ എല്ലാവരും കറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അല്ലേ? ഞാൻ അടുത്ത റെസിപ്പി ആയിട്ട് വരാം അല്ലേ?